ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ്. ആ ബീട്രൂട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീട്രൂട്ട് അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി നല്ലതായിട്ട് വെള്ളമെല്ലാം ഒപ്പിയെടുത്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടാണ്. ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ അച്ചാറിടുന്നതെന്ന് നോക്കാവേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഇത് മൊത്തം അരിഞ്ഞെടുക്കണേ. പാൻ എടുത്ത് ചൂടാകാൻ വെച്ചു. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി പൊതുവായിട്ട് കൊടുക്കാതെ വെള്ളം പൊട്ടി നമുക്ക് അതിലേക്ക് സ്വല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാതെ നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് സ്വല്പം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാതെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാതെ ഒന്ന് വാടി വരുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ സമയം കരിയാപ്പില ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ കരിയാപ്പിലും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഒഴിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അത് നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ ഇതിലേക്ക് ഒരു 3 സ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് സ്വല്പം കായ്പ്പൊടി ചേർത്ത് കൊടുക്കാതെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാതെ നിങ്ങൾ സാധനം എന്തെങ്കിലും അതിനനുസരിച്ച് മെസ്സിക്കൊള്ളിലൊക്കെ അനുസരിച്ചിട്ട് ഇനി നമുക്ക് ഇത് നമ്മൾ വിനാഗിരിയൊക്കെ വാങ്ങി വെച്ചിട്ട് വേണം ഒഴിക്കാൻ. അത് ജസ്റ്റ് അത് ചൂടാകുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് സെർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റാവുന്നതാണ്. മാറ്റി നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. കുറേ നാളൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അത് കേടാവുന്നു അതിലോട്ട് പെട്ടെന്നൊന്നും അത്രയ്ക്ക് പെട്ടെന്നൊന്നും. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.